എന്നും എപ്പോഴും സുറിയാനി സഭയോടൊപ്പം ക്രിസ്തുവിന് വേണ്ടി എന്ന വിശേഷണത്തോടെ മാണിപ്പറമ്പിലച്ചൻ എങ്ങനെ ഏകീകൃത കുർബാന വിഷമങ്ങളില്ലാതെ വിഷമില്ലാതെ നടപ്പാക്കാമെന്നടക്കം ചില കാര്യങ്ങൾക്ക് വിശദീകരണം നൽകുകയാണ്. സമവായ വിഷം നാം കുടിക്കുകയില്ലെന്ന് ശക്തമായി മാണിപ്പറമ്പിലച്ചൻ ആഹ്വാനം ചെയ്തിരുന്നു. വിശ്വാസികൾ അത് വ്യക്തമായി പാലിക്കണമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നു. അച്ഛൻ അത് വീണ്ടും ആവർത്തിക്കുന്നു. എങ്കിലും സമവായത്തിലെ വിഷം നിർവീര്യമാക്കി അതിനെ ശുദ്ധമാക്കാനുള്ള മറുമരുന്ന് എന്താണ്? എല്ലാവരും ഏകീകൃത കുർബാനയിൽ മാത്രം പങ്കെടുക്കുക, ജനാഭിമുഖ കുർബാനയിൽ പങ്കെടുക്കാതിരിക്കുക, അതിൽ പങ്കെടുക്കരുതെന്ന് ആഹ്വാനം ചെയ്യുക മറ്റ് വിശ്വാസികളോട്. ഇതാണ് സമവായ സർക്കിൾ ഇറങ്ങിയപ്പോൾ മുതൽ മാണിപ്പറമ്പിൽ അച്ഛൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോഴും അച്ഛൻ പറയുന്നത് അത് തന്നെയാണ്, വിശ്വാസികൾ കേൾക്കേണ്ടതും അത് തന്നെയാണ്. അതിൻ്റെ ന്യായം ഇതാണ്: രണ്ട് തിന്മകൾ തമ്മിലാണ് തിരഞ്ഞെടുപ്പെങ്കിൽ ചെറിയ തിന്മ തിരഞ്ഞെടുക്കൂ എന്ന കത്തോലിക്ക പ്രബോധനമാണ് ഇവിടെ നിങ്ങൾ വിശ്വാസികൾ മനസ്സിലാക്കേണ്ടത്. ഉദാഹരണത്തിന്, ട്യൂബൽ പ്രഗ്നൻസി ആണെങ്കിൽ അമ്മയും കുഞ്ഞും മരിക്കാം. ആ ഒരു സാഹചര്യത്തിൽ അമ്മയുടെ ജീവനെങ്കിലും രക്ഷിക്കാനുള്ള ശ്രമത്തിൽ കുഞ്ഞിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടേക്കാം. രണ്ട് ജീവൻ നഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലതല്ലേ മുതിർന്ന ഒരാളുടെ ജീവനെങ്കിലും രക്ഷിക്കുന്നത്? ഇവിടെയും ഇതേ തത്വമാണ് മാണിപ്പറമ്പിൽ അച്ഛൻ പിന്തുടർന്നത്. ഒന്നുകിൽ ജനാഭിമുഖം മാത്രം, അത് വലിയ തിന്മയാണ്, അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ഏകീകൃത കുർബാനയെങ്കിലും ഏകീകൃതം. അത് അസമയത്താണെങ്കിൽ പോലും അതൊരു ചെറിയ തിന്മയാണ്, പക്ഷെ വലിയ തിന്മ ഇവിടെ വേണ്ട. സാവകാശം ഈ ചെറിയ തിന്മയെയും സമവായ നീക്കത്തെയും നിർവീര്യമാക്കാനുള്ള സമര പരിപാടികളുമായി യഥാർത്ഥ വിശ്വാസികൾ മുന്നോട്ട് പോകണമെന്ന് മാണിപ്പറമ്പിൽ അച്ഛൻ വീണ്ടും പറയുന്നു. ഈ നിലപാടിനോട് യോജിക്കാത്ത വികാരത്തെയും അച്ഛൻ മാനിക്കുന്നുണ്ട്. ഒരു സംഘടനയുടെ എതിർപ്പ്, ആ സംഘടനയും അച്ഛൻ തള്ളി പറഞ്ഞിട്ടില്ല. ആ സംഘടനയിലെ അംഗങ്ങൾ അവരുടെ തീരുമാനം പോലെ പ്രവർത്തിച്ചോളൂ, ബാക്കി എല്ലാവരും ഏകീകൃത കുർബാനയിൽ മാത്രം പങ്കെടുക്കൂ എന്നാണ് അന്നും ഇന്നും അച്ഛൻ ആവശ്യപ്പെടുന്നത്. 3 സംവത്സരത്തിലേറെയായി അടഞ്ഞു കിടന്നിരുന്ന കത്തീഡ്രൽ ബസിലിക്കയിൽ സഭയുടെ കുർബാന അർപ്പിക്കപ്പെട്ടു. ആരെയും അറിയിക്കാതെ കർത്താവിൻ്റെ തിരുമുറ്റത്ത് ചെയ്തതാണെങ്കിലും മെത്രാന് ആ കുർബാന മാത്രമേ അർപ്പിക്കാനാകൂ എന്ന് തെളിഞ്ഞു. അത് സത്യമാണ്, അതൊരു നല്ല കാര്യം കൂടിയാണ്. അതിന് മുൻകൈ എടുത്ത ആൾ ആരായാലും അതിനെ അഭിനന്ദിക്കുന്നു. കൂട്ടത്തിൽ മുൻപത്തെ അധികാരികളെയും അവരെയും ഈ തീരുമാനത്തിലേക്ക് എത്താൻ പ്രേരിപ്പിച്ച സകല സുറിയാനി മക്കളെയും അഭിനന്ദിക്കുകയാണ് മാണിപ്പറമ്പിൽ അച്ഛൻ. സുറിയാനി സഭയുടെ മക്കളുടെ സമരങ്ങൾ ഇല്ലാതിരുന്നെങ്കിൽ ഇതുപോലും കിട്ടുമായിരുന്നില്ലെന്നും പറഞ്ഞ് ഇതിനു മുമ്പ് ഒരു പള്ളിയുടെ കൂദാശയുമായി ബന്ധപ്പെട്ട് ഇതേ മെത്രാപ്പോലിത്ത ഏകീകൃത കുർബാന അർപ്പിച്ചപ്പോഴും അന്ന് എന്തൊക്കെയായിരുന്നു ബഹളം? അന്ന് മാണിപ്പറമ്പിൽ അച്ഛനും ഈ മെത്രാപ്പോലിത്തയെ അഭിനന്ദിച്ചിരുന്നു. അന്ന് ഇല്ലാതിരുന്ന കോലാഹലം ഇപ്പോൾ മാണിപ്പറമ്പിൽ അച്ഛനെതിരെ ഉയരുന്നുണ്ടെങ്കിൽ അതിന് പിറകിൽ വിമതർ തന്നെയാണ്. കത്തീഡ്രൽ ബസിലിക്കയിൽ അർപ്പിക്കപ്പെട്ട ഏകീകൃത കുർബാന ഒരു അടവായിരിക്കാം, അങ്ങനെ കരുതിക്കൊള്ളൂ വിശ്വാസികൾ. ഒരു ഭാഗം വിശ്വാസികൾക്ക് അങ്ങനെ കരുതാനുള്ള അവകാശവുമുണ്ട്. അതൊരു കെണിയായിരിക്കാം, പക്ഷേ സമവായം എന്ന തെറ്റായ രീതി നടപ്പാക്കാനുള്ള ഒരു നയന്ത്രമായിരിക്കാം. അതൊക്കെ ആയിരിക്കാം. അത് കെണിയാകാതിരിക്കാൻ നാം പോരാട്ടം തുടരണമെന്നാണ് മാണിക്കപ്പറമ്പിൽ അച്ഛൻ ശക്തമായി ആഹ്വാനം ചെയ്തത്. അതൊരു അടവ് നയമാകാതിരിക്കാനും ലിറ്റർജിക്കൽ വേരിയൻ്റ് മാറാതിരിക്കാനും സമരവുമായി മുന്നോട്ട് പോയേ പറ്റൂ. എന്ത് സമരം? ഏകീകൃത കുർബാനയ്ക്ക് വേണ്ടിയുള്ള സഹന സമരം. ഭദ്രാസന ബസിലിക്ക ദേവാലയത്തിൽ ഏകീകൃത കുർബാന അർപ്പിക്കുന്നതിന് മുമ്പ് അതേ ബലിപീഠത്തിൽ ജനാഭിമുഖ കുർബാനയും അർപ്പിച്ചു. അതൊരു മറുചോദ്യമാണ്. അത് പാടില്ലാത്തതാണ്, ഒരിക്കലും പാടില്ലാത്തതാണ്, തെറ്റ് തന്നെയാണ്. വിശേഷിച്ചും സഭാ തലവൻ്റെ ആസ്ഥാന ദൈവാലയത്തിൽ എങ്കിലും ജനാഭിമുഖ കുർബാന നടത്തി. അതൊരു ആഭിചാര കുർബാന, സാത്താൻ കുർബാന എന്നൊക്കെ ആക്ഷേപിക്കുന്നത് ശരിയാണോ? 33 വൈദികർ മുമ്പൊരിക്കൽ ഓസ്തി ഉപയോഗിച്ച് അനേകം കുർബാനകൾ റിലേ പോലെ ചൊല്ലിയത് ഒരു സെലിബ്രേഷനാണ്, അബീസീവ് യുക്രസ്റ്റിക് സെലിബ്രേഷൻ. അതുപോലെയാണോ ജനാഭിമുഖ കുർബാന? തീർച്ചയായും അനുസരണക്കിടുന്ന പാപം വൈദികർ ചെയ്യുന്നുണ്ടെങ്കിലും അത് സാത്താൻ കുർബാനയോ ആഭിചാര കുർബാനയോ അല്ല. സാധുവായ കുർബാന തന്നെയാണ്, പക്ഷേ അത് സഭാ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന് മാത്രം. നിയമാനുസൃതമല്ലെങ്കിലും അത്തരം സാധുവായ വാലിഡായ കുർബാനയിൽ ആശീർവദിക്കപ്പെടുന്ന ഒസ്തി കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ തന്നെയാണ്. അതിനൊരു സംശയം വേണ്ട. അതിന് സാത്താൻ്റെ കുർബാനയെന്നോ ആഭിചാര കുർബാനയെന്നോ പറയേണ്ട കാര്യവുമില്ല. ക്രിസ്തു തൻ്റെ വചനത്തിൻ്റെയും പരിശുദ്ധ സഹായത്തിൻ്റെയും ശക്തിയാൽ അതിനെ തൻ്റെ രൂപാന്തരപ്പെട്ട ആളത്വമായി ജീവനായി മാറ്റുകയാണ്.
എല്ലാ വൈദികരും വിശുദ്ധരായിട്ട് മാത്രം കർത്താവിന് ഇത്തരമൊരു കുർബാന ചെയ്യാൻ കഴിയുമോ? ആ കൂദാശ പരികർമ്മം ചെയ്യാൻ ആത്മീയമായി മരിച്ച ഒരു വൈദികനെയും അനുസരണക്കേടുള്ള വൈദികനെയും ഒക്കെ കർത്താവിന് ഉപകരണമാക്കാം. മാരക പാപമുള്ളൊരു വൈദികനെയും കർത്താവ് വെറുതെ വിടില്ല. പക്ഷേ അനുസരണക്കേടുള്ള വൈദികന് ഇതൊരു മറ്റൊരു പാപമാണ്. ജനാഭിമുഖ കുർബാനയിൽ ആശീർവദിക്കപ്പെട്ട് തിരുവോസ്തി വീണ്ടും എടുത്ത് ബലിപീഠത്തിൽ വെച്ചാലേ നാം സ്വീകരിക്കാവൂ എന്ന് ആരാണ് വിശ്വാസികളെ പഠിപ്പിച്ചതെന്ന് മാണിപ്പറമ്പിൽ അച്ഛൻ ചോദിക്കുന്നു. എവിടെയാണ് അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും അച്ഛൻ ചോദിക്കുന്നു. ഇല്ലിസിറ്റാകുന്ന വിധത്തിൽ ഒരു കുർബാന ചൊല്ലുന്നതിൻ്റെ പാപം ആ വൈദികർക്ക് മാത്രമുള്ളതാണ്. അത് കേട്ടു നിൽക്കുന്ന വിശ്വാസികൾക്ക് ആ പാപം വരത്തില്ല. പങ്കെടുക്കുന്നവർക്കുള്ളതല്ല. അല്ലെങ്കിൽ ആ പാപത്തിൽ ബോധപൂർവം പങ്കുകൊള്ളണം. എന്നാൽ മാത്രമേ ആ പാപത്തിൻ്റെ ഉത്തരവാദിത്വം അതിൽ പങ്കുചേർന്നവർക്ക് ലഭിക്കുകയുള്ളൂ. നിവൃത്തികേട് കൊണ്ട് അതിൽ പങ്കെടുക്കാൻ നിർബന്ധിതരാകുന്നവർ കുമ്പസരിക്കണമെന്നാണ് മാണിപ്പറമ്പിൽ അച്ഛൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. വൈദികരുടെ അനുസരണക്കേട് എന്ന പാപത്തിന് വിശ്വാസികളായി നാം കൂട്ടുനിൽക്കുകയില്ലെന്ന് അതിലൂടെ ആ കുമ്പസാരത്തിലൂടെ പ്രഖ്യാപിക്കുകയാണ്. അവിടെ അത് ചെയ്യുന്നത് തെറ്റാണെന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുകയാണ്. ആ വൈദികരുടെ മാനസാന്തരത്തിനായി പ്രാർത്ഥിക്കുകയാണ് ഉള്ളു നിറയെ. ഒരു ബലിപീഠത്തിൽ ഒരേ വൈദികൻ ജനാഭിമുഖവും ഏകീകൃതം അർപ്പിക്കാൻ മെത്രാമാർ അനുവദിക്കെങ്കിൽ നമ്മുടെ മുന്നിലുള്ള ചോയ്സ് എന്താണ്? ജനാഭിമുഖമല്ല, ഏകീകൃതം തന്നെയാണ്. ഈ മെത്രാമാരെ മാറ്റാൻ വിശ്വാസികൾക്ക് അധികാരമുണ്ടോ? ഭരണഘടനാപരമായി ഇല്ലെങ്കിലും പ്രതിഷേധിച്ചാൽ അതിനുള്ള അധികാരവും വരും. അതുകൊണ്ടാണ് മേലധികാരികൾക്ക് പരാതികൾ അയക്കണം വിശ്വാസികൾ എന്ന് പറയുന്നത്. എങ്കിലും മറ്റു ചില ചോയ്സ് മുന്നിലുണ്ട്. എല്ലാവരും ഏകീകൃത കുർബാനയിൽ മാത്രം പങ്കെടുക്കുക. ജനാഭിമുഖ കുർബാനയ്ക്ക് ആരും പോകാതിരിക്കുക. വിശ്വാസികൾ ആ ഭാഗത്തേക്ക് പോകരുതെന്ന് ആഹ്വാനം ചെയ്യുക. സമവായ സർക്കിൾ ഇറങ്ങിയപ്പോൾ എല്ലാം ഒറ്റക്കെട്ടായി ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഒരു സംഘടനയും ഈ ഒരു ജനാഭിമുഖ കുർബാനയുടെ പിന്നാലെ പോകത്തില്ല. ഇപ്പോൾ 50 പള്ളികളിലെങ്കിലും ഷെഡ്യൂൾഡ് സമയത്ത് ഏകീകൃത കുർബാന പോകുന്നുണ്ട്. ഉണ്ടോ? ഇല്ല. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഇപ്പോൾ 50 പള്ളികളിലെങ്കിലും ഏകീകൃത കുർബാന നടന്നേനെ. എന്തായാലും ഏകീകൃത കുർബാന തന്നെയാണ് സഭയ്ക്ക് ഹിതമായത്. അല്ലെങ്കിൽ കൊതവറ പള്ളിയിൽ ചെയ്തതുപോലെ മറ്റു ചില പള്ളികളിൽ ചെയ്ത് നോക്കണം, അതിൻ്റെ ഫലം കാണും. എന്തായാലും വളരെ വ്യക്തമായി പറയുന്നു, കൊതവറ പള്ളിയിൽ ചെയ്തതുപോലെ ഇതേ നീക്കങ്ങൾ ജനാഭിമുഖ കുർബാന ഒഴിവാക്കി ഏകീകൃത കുർബാന നടപ്പാക്കുക. വൈദികനും ഒരു അൽമായനും ആരും ആരുടെയും ശത്രുവല്ല. അതുകൂടി ഓർക്കണം. എല്ലാ വിശ്വാസികളും കർത്താവിൻ്റെ ഇടയന്മാരാണ്. ആരും ആരോടും കുർബാനയുടെ പേരിൽ പകയോ വിരോധമോ വൈരാഗ്യമോ വച്ചു പുലർത്തരുത്. മെത്രാന്മാരും വൈദികരും ഒരേ വെള്ളത്തിൽ സഭാ നൗകയിൽ സഞ്ചരിക്കുന്നവരാണ്. അതിനാൽ വൈദികരുടെ ക്ലറിക്കലിസത്തോട് യോജിക്കാത്തതുപോലെ ലോകധാരികളെല്ലാം ഒറ്റക്കെട്ട്, വിശ്വാസികൾ വേറെ കെട്ട്, അങ്ങനെ ഒരു ചിന്ത ഈ സഭയ്ക്കുള്ളിൽ പാടില്ല എന്നാണ് മാണിപ്പറമ്പിൽ അച്ഛൻ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത്. സഭ എന്താണെന്ന് വ്യക്തമായി അറിയണം. എല്ലാത്തിനും പ്രതിവിധി ചർച്ച് ആക്ട് എന്ന നിലപാട് ചിലയിടത്ത് നടപ്പാകത്തില്ല എന്ന് കരുതി വൈദികരുടെ ക്ലറിക്കലിസവും താൻ അംഗീകരിക്കില്ല എന്നാണ് മാണിപ്പറമ്പിൽ അച്ഛൻ വ്യക്തമായ നിലപാടെടുക്കുന്നത്. എല്ലാവരും ഏകീകൃത കുർബാനയിൽ മാത്രം സംബന്ധിക്കുക, എല്ലാവരും അതിൽ മാത്രം സംബന്ധിക്കണമെന്ന് പ്രേരിപ്പിക്കുക. ഏകീകൃത കുർബാന അനുവദിച്ച് കിട്ടിയത് നമ്മുടെ സമരങ്ങളുടെ ഫലമാണെന്നൊരു സത്യം അത് പുരമുകളിൽ നിന്നും വിശ്വാസികൾ ഘോഷിക്കണം. അവസാനത്തെ ഏകീകൃത കുർബാനയിൽ സംബന്ധിക്കുന്നവർ വികാരിയച്ഛനെ കണ്ട് ഷെഡ്യൂൾഡ് സമയത്ത് ഏകീകൃത കുർബാന വേണമെന്ന് നിർബന്ധമായും ആവശ്യപ്പെടണം. കൊതവറയിൽ ചെയ്തതുപോലെ പറ്റുന്ന ഇടങ്ങളിലെല്ലാം തരത്തിലെല്ലാം സമ്മർദ്ദം ചെലുത്തുക. അതിന് ഫൊറോനകളിലും ഇടവകകളിലും യൂണിറ്റുകൾക്ക് രൂപം കൊടുക്കുക. പ്രയാസമേറിയ ഈ പാത യഥാർത്ഥ വിശ്വാസികൾ സ്വീകരിച്ചേ മതിയാവൂ. ഇങ്ങനെയല്ലാതെ ഒറ്റയടിക്ക് ഏകീകൃത കുർബാന എറണാകുളത്തെ അതിരൂപതയ്ക്ക് കീഴിൽ ഇടവകകളിൽ നടപ്പാക്കണമെങ്കിൽ മെത്രാന്മാർ തൻ്റെ ഇടത്തോടെ മാർപ്പാപ്പയുടെ തീരുമാനം നടപ്പാക്കണം. അതിന് തൻ്റെ ഇടമുള്ള ഒരു മെത്രാനും ഇപ്പോൾ അവിടെ ഇല്ല. സിനഡിന് പറ്റില്ല. അവർ അതിന് തയ്യാറല്ലെങ്കിൽ സാധാരണക്കാർ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിനാണ് വിശ്വാസികൾ സംഘടിക്കണമെന്ന് പറയുന്നത്. സഭയിൽ ഇത്തരം ഒരു ദൗർഭാഗ്യ സാഹചര്യം നിലനിൽക്കുമ്പോൾ മുന്നിലുള്ള ചോയ്സുകളാണ് മേൽ പറഞ്ഞത്. ഏകീകൃത കുർബാന മാത്രം മതി എന്ന് പറയുക, ജനാഭിമുഖ കുർബാനയിൽ പങ്കെടുക്കാതിരിക്കുക, നടപ്പാക്കാൻ അനുവദിക്കാതിരിക്കുക.
വൺ ചർച്ച് വൺ കുർബാന മൂവ്മെൻറ്റിന് ഇതൊക്കെ ചെയ്യാൻ കഴിയുമെന്നാണ് മാണിപ്പറമ്പിലച്ചൻ പറഞ്ഞു നിർത്തുന്നത്. യോജിക്കാം, യോജിക്കാതിരിക്കാം, പക്ഷേ മാണിപ്പറമ്പിലച്ചൻ തൻ്റെ നിലപാട് വൺ ചർച്ച് വൺ കുർബാന നിലപാടുമായി ഇപ്പോഴിതാ തൽക്കാലത്തേക്ക് നിർത്തുകയാണ്.